സംസ്ഥാനത്ത് ലോൺ ആപ്പ് മുഖേന നടക്കുന്നത് വൻ തട്ടിപ്പ്. 3 വർഷത്തിനിടെ അന്തർ സംസ്ഥാന സംഘം തട്ടിയെടുത്തത് 70 കോടി രൂപ. ഇരകളാകുന്നവരിൽ 5-1 വീട്ടമ്മമാർ. ലോൺ ആപ്പ് കുറ്റകൃത്യങ്ങളുടെ ഹോട്ട്സ്പോട്ടായി മലപ്പുറം മാറിയെന്നും കേരള പോലീസ് സൈബർ വിങ്ങിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തൽ. 3 വർഷം മുമ്പാണ് ലോൺ ആപ്പ് മുഖേനയുള്ള തട്ടിപ്പ് കണ്ടെത്താൻ കേരള പോലീസിന്റെ സൈബർ വിങ്ങിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കേരളത്തിൽ നിന്ന് 3 വർഷത്തിന് തട്ടിയെടുത്തത് 70 കോടി രൂപ. തട്ടിപ്പിന് നേതൃത്വം നൽകുന്നതാകട്ടെ അന്തർ സംസ്ഥാന ബന്ധമുള്ള വൻ മാഫിയ. സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് എളുപ്പത്തിൽ പണം ലഭ്യമാക്കിയാണ് ലോൺ ആപ്പിന്റെ കണ്ണിൽ വീഴ്ത്തുന്നത്. വെരിഫിക്കേഷനൊന്നുമില്ലാതെ പണം ലഭ്യമാകുമെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ കോണ്ടാക്ട്, ഫോട്ടോസ്, സ്വകാര്യ വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം തട്ടിപ്പ് സംഘം കൈക്കലാക്കും. ഉയർന്ന പലിശയുള്ള ലോൺ ആപ്പുകളുടെ അടവ് മുടങ്ങുന്നതോടെ ഭീഷണിയും തുടങ്ങും. ആദ്യം നേരിട്ടും പിന്നീട് കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകൾക്കും ഭീഷണിയെത്തും. മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയച്ചും പൊതുമധ്യത്തിൽ അപമാനിക്കുന്ന ഭീഷണിപ്പെടുത്തിയും പണം തിരിച്ചടയ്ക്കാൻ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ലഭിക്കുന്ന തുകയുടെ 3 ഇരട്ടി വരെയാണ് തിരിച്ചാവശ്യപ്പെടുക. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ആളുകളെയാണ് ഇത്തരം ആപ്പുകൾ ലക്ഷ്യമിടുന്നത്. ഇരകളാകുന്നവരിൽ 5-1 വീട്ടമ്മമാരാണ്. എന്നാൽ ആയിരക്കണക്കിന് തട്ടിപ്പുകൾ നടക്കുമ്പോഴും പരാതിപ്പെടുന്നത് വെറും 20% മാത്രം. ഭയം, അപമാനം, തുടർച്ചയായ അധിക്ഷേപം എന്നിവയാണ് പരാതിപ്പെടാതിരിക്കാൻ ആളുകൾക്ക് പ്രേരണയാകുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പരാതികൾ വരുന്നത്. അന്തർ സംസ്ഥാന ശൃംഖലയാണ് ലോൺ ആപ്പുകളെ നയിക്കുന്നത്. ബീഹാർ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് പണം കൂടുതലായി പോകുന്നത്. ഏജന്റുമാർ, ഡിജിറ്റൽ ഓപ്പറേറ്റേഴ്സ്, സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്നിങ്ങനെ ലോൺ ആപ്പുകൾക്ക് പിറകിൽ വിപുലമായ ശൃംഖലയാണുള്ളത്. സ്ഥിരീകരിക്കാത്ത ലോൺ ആപ്പുകൾ ഉപയോഗിക്കാതിരിക്കുകയെന്നതും RBI അംഗീകൃത ആപ്പുകൾ ഉപയോഗിക്കുന്നതുമാണ് പരിഹാരമായി പറയുന്നത്. എളുപ്പത്തിൽ പണം ലഭിക്കുമ്പോൾ അതിന് പിറകിൽ തട്ടിപ്പുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.